नमो भगवते वासुदेवाय। जय राध माधवा, जय कुंज विहारी। जय राध माधवा, जय कुंज विहारी। जय गोविंदन वल्लभा, जय गिरिवरधारी। जय यशोदानंदन व्रज जन रंजन। जय यमुना तीरावनचारी। जय राध माधवा, जय कुंज विहारी। जय गोविंदन वल्लभा, जय गिरिवरधारी। जय यशोदानंदन व्रज जन रंजन। यमुना तीरावनचारी, यमुना तीरावनचारी। जय जय जगन्नाथ, जय जय जगन्नाथ, जय जय जगन्नाथ, जय जय जगन्नाथ। जय जय राधा माधव, जय जय राधा माधव। जय कृष्णा बलराम, जय कृष्णा बलराम, जय कृष्णा बलराम, जय कृष्णा बलराम। जय जय गौरनिताय, जय जय गौरनिताय। जय जय प्रभुपाद, प्रभुपाद, जय जय प्रभुपाद। जय जय प्रभुपाद, जय जय प्रभुपाद, जय श्री प्रभुपाद। जय जय गुरुदेव, गुरुदेव, जय जय गुरुदेव। नमो ओम विष्णुपदाय कृष्णपृष्ठाय उदरे विष्णु। नमो ओम विष्णुपदाय कृष्णपृष्ठाय उदरे श्रीमदे भक्तिवेदांत स्वामिने नामिने। नमस्ते सारस्वते देवे गौरवाणी प्रदारिणे, निर्विशेष शून्यवादी पाश्चात्य देशधारिणे। ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഭാഗവത ശ്രീമദ് ഭാഗവത ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഇന്നത്തെ ശ്ലോകം ശ്രീമദ് ഭാഗവതം 1-ാം സ്കന്ധം 6-ാം അധ്യായം, നാരദനും വ്യാസുദേവനും മധ്യേയുള്ള സംഭാഷണം. ശ്ലോകം 31. ശ്ലോകം വായിക്കാം. അന്തർബഹിശ്ച ലോകാം സ്ത്രീം പരിയമ്യാ അസ്കന്ദിതാവൃതാ. അന്തർബഹിശ്ച ലോകാം സ്ത്രീം പരിയമ്യാ അസ്കന്ദിതാവൃതാ. അനുഗ്രഹാത്മാവിഷ്ണു അനുഗ്രഹാത്മാമഹാവിഷ്ണു മഹാവിഷ്ണു രവിഖാദഗതി ക്വചിൻ. അന്തർബഹിശ്ച ലോകാൻ സ്ത്രീൻ പരിയമ്യ സ്കന്ദിതാവൃതാം. അനുഗ്രഹാൻ മഹാവിഷ്ണു അവിഘാതഗതി ക്വചി. അനുഗ്രഹാൻ മഹാവിഷ്ണുരവിഘാതഗതി ക്വചി. ഇതിന്റെ ബാക്കിയുള്ള അർത്ഥം നോക്കാം. അന്തഃ അതീന്ദ്രിയ ലോകത്തിൽ, ബഹിഃ ഭൗതിക ഭുവനത്തിൽ, ചാഉം ലോകാൻ ഗ്രഹൻ ഇത്രയും 3 വിഭാഗങ്ങൾ. പരിയമി സഞ്ചരിക്കുക, അസ്കന്ദിത അവിഛിന്നമായ, വ്രത ശബദ, അനുഗ്രഹാൽ അഹൈതുക കാരുണ്യത്താൽ, മഹാവിഷ്ണുവിന്റെ, അതായത് കാരണോദകശായി വിഷ്ണുവിന്റെ, അവിഘാത അനിയന്ത്രിതമായി, ഗതിഹി പ്രവേശനം, ക്വചിൻ ഏത് സമയത്തും.
ശ്രീല പ്രഭുപാദജിക്ക് ജയ്. വിവർത്തനത്തിനും ഭാവാർത്ഥത്തിനും. വിവർത്തനം. സർവശക്തനായ വിഷ്ണുവിന്റെ കൃപയാൽ അതീന്ദ്രിയ ലോകത്തും ഭൗതിക ലോകത്തിലെ 3 വിഭാഗങ്ങളിലും നിർവിഘ്നം ഞാൻ സഞ്ചരിക്കുന്നു. അനിയന്ത്രിതവും അവിഛിന്നവുമായ ഭക്തിയുത സേവനത്തിൽ ദൃഢീകൃതമാകയാൽ എനിക്ക് ഇപ്രകാരം സഞ്ചരിക്കാൻ സാധ്യമാകുന്നു. ഭാവാർത്ഥം. ഊർധ്വലോകം, അതായത് പരമോച്ഛ സ്ഥാനത്തുള്ള ഗ്രഹം. മധ്യലോകം, മധ്യമാർഗലോകം. അധോലോകം, അധപതനോന്മുഖമായ നീചലോകം. എന്നീ നാമങ്ങളുള്ള 3 ഭൗതിക ഖഗോള വിഭാഗങ്ങളുണ്ടെന്ന് ഭഗവത്ഗീതയിൽ പ്രസ്താവിച്ചിരിക്കുന്നു. ഊർധ്വലോക ഗ്രഹങ്ങൾക്ക് അതീതമായി, അതായത് ബ്രഹ്മലോകത്തിനുപരിയായി വിശ്വപ്രപഞ്ചങ്ങളുടെ ഭൗതിക ആവരണങ്ങളുണ്ട്. അതിനുമീതെ അസംഖ്യം വിസ്തരണങ്ങളുള്ള നിത്യമുക്ത ജീവാത്മാക്കളായ ഭഗവത് സഹചരന്മാരോടൊപ്പം ഭഗവാൻ നിവസിക്കുന്നു. അസംഖ്യം സ്വയം പ്രദീപ്തമായ വൈകുണ്ഠങ്ങൾ ഉൾപ്പെടുന്ന ആത്മീയ ആകാശമുണ്ട്. ഭഗവത് സൃഷ്ടിയിൽ എവിടെയും സർവശക്തനായ ഭഗവാന് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ സാധ്യമാകുന്നത് പോലെ ശ്രീനാരദന് സർവഗ്രഹങ്ങളിലും ആത്മീയവും ഭൗതികവുമായ 2 ഖഗോളങ്ങളിലും യാതൊരു നിയന്ത്രണവുമില്ലാതെ, യാതൊരു പ്രതിബന്ധവുമില്ലാതെ പ്രവേശിക്കാൻ സാധ്യമാണ്. ഭൗതിക ലോകത്തിൽ സാത്വികൻ, രാജസികൻ, താമസികൻ എന്നീ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ ജീവാത്മാക്കൾ സ്വാധീനിക്കപ്പെടുന്നു. എന്നാൽ ശ്രീ നാരദമുനി ഈ എല്ലാവിധ ഭൗതിക ഗുണങ്ങൾക്കും അതീന്ദ്രിയനാണ്. ആകയാൽ അനിയന്ത്രിതമായി അദ്ദേഹത്തിന് എവിടെയും സഞ്ചരിക്കാൻ കഴിയുന്നു. അദ്ദേഹം മുക്താത്മാവായ ഗഗന സഞ്ചാരിയാണ്. ഭഗവാൻ വിഷ്ണുവിന്റെ അഹൈതുക കാരുണ്യം സമാന്തരമല്ല. അത്തരം കൃപ ഭഗവത് പ്രീതിയാൽ മാത്രമേ ഭക്തരാൽ ഗ്രഹിക്കപ്പെടുകയുള്ളൂ. ആകയാൽ ഭക്തർ ഒരിക്കലും അധപ്പതിക്കുകയില്ല. എന്നാൽ ഭൗതികവാദികൾ, അതായത് കാമ്യകർമ്മികളും സൈദ്ധാന്തിക ദർശനികന്മാരും അവരുടേതായ യഥായോഗ്യമായ പ്രകൃതി ഗുണങ്ങളുടെ സമ്മർദ്ദത്താൽ അധപ്പതിക്കുന്നു. മുകളിൽ പ്രസ്താവിച്ച പോലെ ഋഷിമാർക്ക് നാരദനെ പോലെ അതീന്ദ്രിയ ലോകത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. നരസിംഹ പുരാണത്തിൽ ഈ യാഥാർത്ഥ്യത്തെ സ്പഷ്ടീകരിച്ചിരിക്കുന്നു. മരീചിയെ പോലുള്ള ഋഷിമാർ കാമ്യകർമ്മ പ്രമാണികന്മാരും സനകൻ, സനാതനൻ എന്നിവരെ പോലുള്ള ഋഷിമാർ സൈദ്ധാന്തിക ദാർശനികന്മാരുടെ പ്രമാണികരും ആണ്. എന്നാൽ അതീന്ദ്രിയ ഭഗവത് ഭക്തിയുത സേവനത്തിന്റെ പ്രഥമവും പ്രമുഖവുമായ പ്രമാണികൻ ശ്രീ നാരദമുനിയാകുന്നു. ആകയാൽ അപ്രകാരം നാരദ ഭക്തി സൂത്രത്തിലെ നിർദ്ദേശമനുസരിച്ച് ഭഗവത് ഭക്തിയുത സേവനത്തിൽ ശ്രീ നാരദമുനിയുടെ കാലടികളെ പിന്തുടരുന്ന എല്ലാ ശ്രേഷ്ഠ പ്രാമാണികന്മാരും സർവ ഭഗവത് ഭക്തരും നിസ്സന്ദേഹം ഭഗവത് ധാമമായ വൈകുണ്ഠത്തിൽ പ്രവേശിക്കാൻ യോഗ്യരായി തീരുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഭിയം ദദാതി സുഭദാംബികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാൻ ച ശ്രീരൂപം സാഗ്രജാലം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സദ്വൈതം സവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ഗരുഡാ ശ്രീവിശാഖാന്വിതം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മുഖം കരോതി വാചാലം പങ്കും ലങ്കായ ദേവിരി
യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനകാരണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. നിഗമകൽപ്പതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭൂരി ഭാവുക. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്നത്തെ ശ്ലോകത്തെ പറ്റി നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ. എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ? ഹരേ കൃഷ്ണ. കേൾക്കാമല്ലോ ക്ലിയർ ആയിട്ട്? ശരി. അപ്പൊ ഇന്നത്തെ ശ്ലോകത്തില് നാരദമുനി പറയുന്നു, എനിക്ക് ആത്മീയ ലോകങ്ങളിലും ഭൗതിക ലോകങ്ങളിലും ഏത് സമയത്തും യാത്ര ചെയ്യാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ദേവർഷി പറയുന്നു, നിയന്ത്രണരഹിതവും തടസ്സമില്ലാത്തതുമായ ഭക്തിഗത സേവനത്താൽ എനിക്ക് ഇതെല്ലാം സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ ഉള്ള അനുമതി ഭഗവാൻ വിഷ്ണു, മഹാവിഷ്ണു, അതായത് കാരണോദകശായ വിഷ്ണു അദ്ദേഹത്തിന് അനുഗ്രഹിച്ചു നൽകി. ഏത് സമയത്ത് എവിടെയും ഏത് ലോകത്തും, ഏത് ലോകം എന്ന് പറഞ്ഞാൽ ആത്മീയ ലോകത്തിലും ഭൗതിക ലോകത്തിലും, അതുപോലെ തന്നെ ഭൗതിക ലോകത്തിന്റെ 3 ഭാഗങ്ങളിലും, സ്വർഗം, ഭൂമി, പാതാളം, ഈ 3 ഭാഗത്ത് ഏതവസരത്തിലും എവിടെയും, അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ സൃഷ്ടി എവിടെല്ലാം ഉണ്ടോ ആ ഭാഗത്തൊക്കെ അദ്ദേഹത്തിന് യാതൊരു തടസ്സമില്ല, ഏതവസരത്തിലും ചെന്നെത്താം, പുഴ കയറി ചെല്ലാം എന്നാണ് പറയുന്നത്. ഭൂലോക വൃന്ദാവനത്തിലായാൽ പോലും അദ്ദേഹത്തിന് അവിടെ നോക്കി നിൽക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ആരുടെയെങ്കിലും അനുമതി നേടേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തിന് അവിടെ എത്താം. അത്രയ്ക്ക് ശ്രേഷ്ഠനായ മഹർഷിയാണ് നമ്മുടെ നാരദ മഹർഷി. അപ്പൊ ഈ മഹർഷി, നാരദ മഹർഷിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിലും വ്യാസദേവനും തമ്മിലുള്ള സംസാരത്തെ പറ്റി ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. അതിനാൽ അതിനെ അങ്ങോട്ട് കിടക്കുന്നില്ല. അപ്പൊ നമുക്ക് ഇനിയും ഈ ശ്ലോകത്തെ പറ്റി നോക്കാം. ഈ ഭൗതിക ലോകത്തെ ശ്രദ്ധിക്കുകയാണെങ്കിൽ സൃഷ്ടിയുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്നത്ര ആ ഒരു മേന്മ ഇന്നില്ലെന്നാണ് പറയുന്നത്. കാരണം നമുക്ക് അതിന്റെ ഉദാഹരണമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അന്ന് 4 യുഗങ്ങൾ ഉണ്ടായിരുന്നു. 4 യുഗങ്ങളിൽ ആദ്യത്തെ യുഗം കൃതയുഗം, അതായത് സത്യയുഗം. സത്യയുഗത്തിനായിരുന്നെങ്കിൽ അതിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 17,28,000 വർഷമായിരുന്നു. അതുപോലെ അന്നത്തെ മനുഷ്യരുടെ ആയുസ് എന്ന് പറയുന്നത് 1,00,000 അതുപോലെ തന്നെ മനുഷ്യായുസ്, സത്യം, ധർമ്മം, ജ്ഞാനം, ഈ ഗുണങ്ങൾ പൂർണ്ണതയിലായിരുന്നു അന്ന്. സൃഷ്ടിയുടെ ആരംഭത്തെ പറ്റി പറയുകയാണ്. ദുഷ്ടതയും അജ്ഞതയും ഇല്ലായിരുന്നു. അവിടുന്ന് പിന്നെ ത്രേതായുഗമാകുന്നു. ആ ത്രേതായുഗത്തിൽ ആ ധർമ്മം ഉണ്ടാകാൻ തുടങ്ങി. അതുപോലെ തന്നെ ആ ത്രേതായുഗത്തിന്റെ കാലയളവും ചുരുങ്ങി. അതായത് 12,96,000 വർഷമായി ആയുസ് അതുമാതിരി 10,000 വർഷമായി കുറഞ്ഞു. അപ്പൊ അങ്ങനെ സൃഷ്ടി കഴിഞ്ഞതിന് ശേഷം എല്ലാത്തിനും ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതായത് മഹത്വം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ദ്വാപര യുഗത്തിൽ ധർമ്മവും സത്യവും കുറയുകയും ദുഷ്ടത വളരുകയും ചെയ്തു. മനുഷ്യന്റെ ആയുസ് 1000 വർഷമായി കുറഞ്ഞു. അതുപോലെ ആ യുഗത്തിന്റെ ദൈർഘ്യവും കുറഞ്ഞു, 8,64,000 വർഷമായി മാറി. ഇപ്പോൾ നടക്കുന്ന കലിയുഗത്തിന്റെ ദൈർഘ്യം 4,32,000 വർഷമാണ്. ആയുസ് വെറും 100 വർഷം. അവിടെയാണെങ്കിൽ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. മത്സരം, അജ്ഞാനം, അധർമ്മം, ഇങ്ങനെയുള്ള ദുഷ്ടതകളൊക്കെ വളർന്നുകൊണ്ടേയിരിക്കുന്നു. ധർമ്മം നശിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ അന്നത്തെ ആ സൃഷ്ടി സമയത്ത് ബ്രഹ്മാവിന്റെ സൃഷ്ടി കൂടുതൽ പവർ ഉണ്ടായിരുന്നു. ബ്രഹ്മാവിന്റെ പുത്രനായ കശ്യപൻ ദേവന്മാരുടെയും അസുരന്മാരുടെയും പിതാവായിരുന്നു. മരീചിയും നാരദം ബ്രഹ്മപുത്രന്മാരാണ്. അതുപോലെ കുമാരന്മാരും, അങ്ങനെ ബ്രഹ്മാവിന് അന്നുണ്ടായിരുന്ന പുത്രന്മാരും വേറെയും മുനിമാരുണ്ടായിരുന്നു ആ സമയത്ത്.
എന്നാൽ അവർക്കൊന്നും നാരദനെ പോലെ എല്ലാ ലോകങ്ങളിലും എത്താനുള്ള അനുവാദമില്ലായിരുന്നു. പഴയ കാര്യങ്ങളെപ്പറ്റി ഒന്ന് പുനർചിന്തനം ചെയ്യുന്നെന്ന് മാത്രം. മരീചി മഹർഷിയും ബ്രഹ്മാവിന്റെ പുത്രൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് കർമ്മകാണ്ഡത്തിന്റെ നേതാവായിരുന്നു. കുമാരന്മാർ ജ്ഞാനത്തിലെ ശ്രേഷ്ഠന്മാരായിരുന്നു, നിപുണരാണ്. ആത്മീയതയിൽ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോഴും. നാരദ മഹർഷി ബ്രഹ്മാവിന്റെ പുത്രനായത് കൊണ്ടല്ല ഇങ്ങനെ ലോകങ്ങളിലൊക്കെ സഞ്ചരിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് കിട്ടിയത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള അനുമതി കിട്ടിയത്. ഭക്തിയുടെ പുരോഗതിയുടെ ഫലത്താൽ ആണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പോകുന്നതിനും യാത്ര ചെയ്യുന്നതിനും ഒക്കെ അദ്ദേഹത്തിന് സാധിക്കുന്നു. നാരദൻ ത്രിലോകങ്ങളെ പറ്റി പറഞ്ഞല്ലോ. അതിൽ വൈകുണ്ഠ ലോകത്തിലും ഗോലോകത്തിലും ഏതവസരത്തിലും അദ്ദേഹത്തിന് മുൻകൂട്ടി അനുവാദം കൂടാതെ എത്താൻ സാധിക്കും എന്ന് നമ്മൾ പഠിച്ചതാണ്, നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മളെ ഭക്തി എപ്പോഴും ഒരുപോലെയല്ല. ഈ നാരദനുണ്ടായ ഭക്തി നിലനിൽക്കുന്ന മാതിരി അദ്ദേഹം ഒരിക്കലും അതിന് തടസ്സമില്ലാതെ എന്നും തുടർന്നുകൊണ്ടേയിരുന്നു ഭക്തി. അദ്ദേഹത്തിന് ഭഗവാനെ കാണാനൊരു അവസരം ഉണ്ടായ ഒരു പ്രാവശ്യം, എങ്കിൽ പോലും പിന്നീട് അദ്ദേഹത്തിന് ഭക്തി തുറന്നുകൊണ്ടേയിരുന്നു. നമ്മളൊക്കെയാണ് ഏകദേശം ആദ്യം പറയുന്നത് നമ്മുടെ ഭക്തി ഒരു സ്ഥിരത ഉള്ളതല്ല. അതായത് നൈഷ്ഠിക ഭക്തി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നു എല്ലാ ഭക്തന്മാർക്കും. കാരണം ഈ ഭൗതിക ലോകത്തിൽ നിന്ന് മുക്തി, അതായത് ഭൗതിക വിചാരങ്ങളിൽ നിന്ന് മുക്തി നേടിയെങ്കിൽ മാത്രമേ, അതായത് വിടുതൽ നേടിയെങ്കിൽ മാത്രമേ ഭക്തി തുടർന്ന് ചെയ്യാൻ സാധിക്കൂ. നമ്മുടെ ഭക്തി നൈഷ്ഠിക ഭക്തി അല്ല. നൈഷ്ഠിക ഭക്തി എന്ന് പറഞ്ഞാൽ നിഷ്ഠയോടുകൂടി എന്നും ഒരേ വിധം ഏറ്റക്കുറച്ചിലില്ലാതെ ചെയ്തുകൊണ്ടിരിക്കണം നാരദനെ പോലെ. അങ്ങനെയുള്ളവർക്കാണ് ഭക്തിയിലോട്ട് ഉയരാൻ സാധിക്കുന്നത്. സാധാരണ ഭക്തന്മാർ, ഇന്ന് നമ്മൾ ഈ പോലുള്ളവർ, അതായത് തുടക്കക്കാരായാലും ശരി, കുറെ കാലം കഴിഞ്ഞവരായാലും ശരി, ഈ നമ്മുടെ ഭൗതികതയിൽ കൂട്ടിക്കുഴച്ചാണ് നമ്മുടെ ഭക്തി പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ശരിയായ ലെവലിൽ, ആ ഭാവ ലെവലിൽ എത്തിച്ചേരാൻ വലിയ പ്രയാസമാണ്. കുറെ കാലം കഴിഞ്ഞെങ്കിലേ പറ്റും. അല്ലെങ്കിൽ ഈ ഭൗതികമായിട്ടുള്ള എല്ലാ ചിന്തകളും, നമ്മുടെ പുത്രൻ, വീട്, നമ്മുടെ കുടുംബം, നമ്മുടെ സ്വത്ത്, ബാങ്ക് ബാലൻസ്, ഇതൊക്കെ ഉപേക്ഷിച്ച് നമ്മുടെ ഭഗവാൻ എന്നുള്ള ആ ചിന്ത ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് നൈഷ്ഠിക ഭക്തി തുടരാൻ സാധിക്കുന്നതാണ് പറയുന്നത്. സ്ഥിരതയില്ലാത്ത ഭക്തിയാണ് നമ്മൾ അനുഷ്ഠിക്കുന്നത്. ചില ദിവസം തടസ്സമില്ലാതെ എല്ലാം നടത്തും. എല്ലാവർക്കും ഉള്ള അനുഭവമായിരിക്കുമല്ലോ. ചില ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ കാലത്ത് 4 മണിക്ക് എഴുന്നേറ്റ് റെഡിയായി നാമജപം, അതായത് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ തുടങ്ങും. അത് ആദ്യ സമയത്ത്, നമ്മൾ തുടങ്ങുന്ന സമയത്തായിരിക്കും ഏറ്റവും താല്പര്യം ഭക്തിയിൽ. ഇത് നമുക്ക് അറിയണമല്ലോ, ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അത്ര ഒരു വ്യഗ്രതയോടെ എല്ലാവരും തുടങ്ങുന്ന സമയത്ത് ചിട്ടയോടുകൂടി നാമജപം, അതിനുശേഷം ഭാഗവത ക്ലാസ്, ഭാഗവതം പഠിക്കുക, ഭഗവത്ഗീത പഠിക്കുക, ഇങ്ങനെ സത്സംഗത്തിൽ പങ്കെടുക്കുക, അങ്ങനെ പല പല കാര്യങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് തുടങ്ങും. പിന്നീട് അത് ശകലം മടിയിൽ അത് ഒരു ഉഴപ്പാൻ തുടങ്ങും. അതായത് അത്ര കൂടുതൽ നമുക്ക് ചെയ്യണമെന്ന് തോന്നാറില്ല. നമ്മുടെ മറ്റു കാര്യങ്ങൾ, ഭൗതിക കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ചെയ്യാം. ശരി, ഒരു കുറച്ച് കഴിഞ്ഞിട്ട് നാമം ചെല്ലാം, ഇപ്പൊ വന്നിരുന്ന ആളുകളായിട്ട് നമുക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ ഇന്ന് ലാസ്റ്റിലെ സീരിയലിന്റെ അവസാനം കണ്ടിട്ട് നമുക്ക് നാമം ചെല്ലാം എന്നൊക്കെയുള്ള വിചാരം വരും. അപ്പൊ അങ്ങനെ വിചാരം വരാതിരിക്കണം. എന്ത് തന്നെ ലോകത്ത് നടന്നാലും ശരി, അതിലൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ ഭഗവാനെ, കൃഷ്ണൻ നമ്മുടെ മുമ്പിലുണ്ടെന്നുള്ള വിചാരത്തോടു കൂടി നമ്മൾ നമ്മുടെ കർത്തവ്യങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കണം. അതായത് നമ്മുടെ നിഷ്ഠ എന്തൊക്കെ ചെയ്യണോ അതെല്ലാം തന്നെ. അതൊക്കെ പല ക്ലാസ്സുകളിലെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളതാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. നമ്മൾ ഏതുവരെ ഭഗവാന്റെ ചിന്തയിൽ എത്തുന്നില്ല, അതുവരെ നമ്മുടെ ഈ പ്രകൃതിയുടെ 3 ഗുണങ്ങളും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ആ രജോ ഗുണം, തമോ ഗുണം നമ്മൾക്ക്
ദൂഷ്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ ആ രജോ ഗുണം തമോ ഗുണത്തിലാണ് നമ്മളൊക്കെ ഇപ്പോഴും കഴിയുന്നത്. അതുകൊണ്ട് നമ്മളുടെ പ്രധാന കർത്തവ്യം എന്ന് പറയുന്നത് ആസ്വദിക്കുക എന്നുള്ളത്. ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ടല്ല, ഭൗതികമായിട്ടുള്ള ആസ്വാദനം. അതിനു വേണ്ടിയുള്ള നെട്ടോട്ടം നടക്കുമ്പോൾ അതിന് നമുക്ക് മറ്റ് ആത്മീയ കാര്യങ്ങൾ ചിന്തിക്കാനുള്ള വ്യഗ്രത കുറയുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഭക്തിയിൽ ഒരു ശകലം താഴ്ച ഉണ്ടാവും. അങ്ങനെ പോകാതെ സ്ഥിരതയോടുകൂടി ഭക്തി ചെയ്തെങ്കിൽ മാത്രമേ നാരദനെ പോലെ ഭക്തിയിൽ ഉയരാൻ പറ്റൂ എന്നാണ് പറയുന്നത്. അതായത് സത്വഗുണത്തിൽ ഉള്ളവർക്ക് മാത്രമേ നിരന്തരമായിട്ട് ഭക്തി തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കൂ. നമ്മൾക്ക് ചിലപ്പം നമ്മുടെ ഈ സത്വഗുണത്തിൽ സത്വഗുണത്തിന്റെ മേലിൽ തമോ ഗുണം രജോ ഗുണം കയറി ആധിപത്യം സ്ഥാപിക്കും. ആ സമയത്താണ് നമുക്ക് ഈ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്. ഇന്നത്തെ കാര്യങ്ങൾ നാളെ ആട്ട് എന്നുള്ള വിചാരം ഉണ്ടാകും. അപ്പൊ അങ്ങനെ വരാൻ പാടില്ല. ഭക്തിയിൽ ധൃതി അഥവാ നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ സത്വഗുണത്തിൽ തുടരാൻ സാധിക്കൂ. സത്വഗുണം നിലനിർത്തണം. അതായത് നമുക്ക് ദൃഢനിശ്ചയം ഉണ്ടാകണം. നിശ്ചയത്തോടുകൂടി നിശ്ചയദാർഢ്യം, അതായത് നാരദനെ പോലെ നിശ്ചയദാർഢ്യം. എന്ത് വന്നാലും ശരി. നാരദന്റെ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. കുഞ്ഞു പ്രായത്തില്, അതായത് 5 വയസ്സുള്ളപ്പോഴേ അമ്മയും എല്ലാവരും നശിച്ചിട്ടും അദ്ദേഹത്തിന് ഭഗവാനെ മാത്രമാണ് ചിന്തയുണ്ടായിരുന്നത്. ആ 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇത്തരം ചിന്ത വരണമെങ്കിൽ അദ്ദേഹം എത്രമാത്രം ശ്രേഷ്ഠനായിരിക്കും, കഴിഞ്ഞ ജന്മത്തിൽ എത്രയോ നല്ല കാര്യം ചെയ്തിരിക്കും. നമുക്കൊക്കെ വയസ്സായ പോലും ഭഗവാനെ പറ്റി ചിന്തിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാകുന്നില്ല. അപ്പൊ ആ 5 വയസ്സായ കുട്ടി, അദ്ദേഹത്തിന് യാതൊരു വിവരവും ലോകത്തെ പറ്റിയില്ലായിരുന്നു. കാരണം അവിടെ ഒരു സ്ഥലത്ത് അമ്മയുടെ കൂടെ മാത്രം കഴിഞ്ഞുകൊണ്ടിരുന്ന ആ കുട്ടി, അദ്ദേഹത്തിന് ഈ ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ ലോകത്തിന്റെ ഇന്ന ഭാഗത്ത് ആരാണെന്നും ആ ഗ്രാമപ്രദേശമാണോ നാടും പ്രദേശമാണോ എന്താണ് നടക്കുന്നതെന്നൊരു യാതൊരു വിചാരവും അദ്ദേഹത്തിന് അറിവില്ലായിരുന്നു. എന്നിട്ടും അദ്ദേഹം ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് തന്നെ മുൻപോട്ട് തുടർന്നുകൊണ്ടിരുന്നു. അപ്പൊ അങ്ങനെ നിശ്ചയദാർഢ്യത്തോടെ മനസ്സിൽ ഭഗവാനെ കാണണം, അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്ത് പോകണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ സത്വഗുണത്തിൽ തുടരാൻ സാധിക്കൂ. മുമ്പേ പറഞ്ഞ മാതിരി താല്പര്യം നമ്മൾ തുടങ്ങുന്ന സമയത്ത് നല്ല ഒരു താല്പര്യം ഉണ്ടാകും. മറ്റു കാര്യങ്ങൾ, ഭഗവാൻ ഈ കാര്യങ്ങളൊക്കെ അറിയാം. ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്താണെന്നും എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്നും ആരൊക്കെയാണ് അതിന്റെ നേതൃത്വം നടക്കുന്ന, ആരാൾ ഉണ്ടാക്കപ്പെട്ടു എന്നൊക്കെ ഉള്ളതെല്ലാം അറിയാനൊക്കെ ഒരു താല്പര്യവും. അതുകൊണ്ട് നമ്മുടെ കർത്തവ്യങ്ങളും ജാഗ്രതയോടെ തന്നെ നടത്തിക്കൊണ്ടേയിരിക്കും. എന്നാൽ കുറെ കഴിയുമ്പോൾ ഈ ത്രിഗുണങ്ങളുടെ അല്ലെങ്കിൽ രജഗുണത്തിന്റെയും തമോ ഗുണത്തിന്റെയും ആധിപത്യം പെടുന്നതിനാൽ നമുക്കതെല്ലാം ഒന്ന് കുറഞ്ഞുകൊണ്ടേ വരും. അപ്പൊ അതിന് വീണ്ടും ഭഗവാനെ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ മാത്രമേ അത് തുടരാനുള്ള മനസ്സുണ്ടാകും. അങ്ങനെ നിരന്തരമായി സത്വഗുണത്തിൽ നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രക്രിയകൾ ചെയ്തുകൊണ്ടേയിരിക്കണം. നിഷ്ഠയോടുകൂടി ഭക്തി തുടർന്നുകൊണ്ടേയിരിക്കണം. പരിസരത്ത് എന്തു തന്നെ നടന്നാലും ശ്രദ്ധിക്കാതെ നമുക്ക് നമ്മുടെ കാര്യം, അതായത് നമ്മളെ ഇപ്പോഴത്തെ രീതിയാണെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം കാലത്ത് ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വെളിയിൽ ആരെങ്കിലും ഒന്ന് വന്ന് വിളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബെല്ലടിക്കാൻ നമ്മൾ ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്ത് തന്നെ നടന്നാലും നമ്മളെ നാമം ജയിച്ചുകൊണ്ടിരുന്ന ആ പ്രവൃത്തി കഴിഞ്ഞതിന് ശേഷം മാത്രമേ മറ്റുള്ള പ്രവൃത്തിയിലോട്ട് ഇടാവൂ. എന്നെങ്കിൽ മാത്രമേ നമ്മുടെ ആ ഭക്തി ഉയരാൻ സാധിക്കുമെന്ന് പറയുന്നു. ഭഗവാൻ ഭഗവത്ഗീതയിലും ഇത് തന്നെയാണ് പറയുന്നത്. 4 വിധത്തിൽ ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. നിരന്തരം ചിന്തിക്കുക. 24 മണിക്കൂറും ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവര് മിക്കവാറും സന്യാസിമാരായിരിക്കും എല്ലാവരും. അല്ലാതെയുള്ളവര് ഭൗതികതയിൽ ഉള്ളവര് ഇത് പറ്റത്തില്ലല്ലോ. 24 മണിക്കൂറും ഭഗവാനെ ചിന്തിച്ചു കൊടുക്കാം. പിന്നെ ഒരു ദിവസത്തെ നമ്മള് അതായത് ഒരു പ്രോഗ്രാം ഉണ്ടാക്കണം. എങ്ങനെ നമുക്ക് ഒരു റൊട്ടീൻ വർക്ക്, ഓരോ ദിവസവും നമ്മൾ എന്തൊക്കെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം. കാലത്ത് നാമം ജപിക്കുക, വൈകിട്ട് ഹരേ കൃഷ്ണ കൃഷ്ണ ബുക്ക് വായിക്കുക, ഇടയ്ക്ക് ഏതെല്ലാം അവസരത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യണം. ഭഗവത്ഗീത വായിക്കുന്നതിന് ഏത് സമയം,
ഭാഗവതം വായിക്കുന്നതിന് ഏത് സമയം, ഇങ്ങനെയൊക്കെ നമ്മൾ ചിട്ടപ്പെടുത്തിക്കൊണ്ട് അതേ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഭക്തിയിൽ ഉയർന്നുകൊണ്ടേയിരിക്കും, അത് യാതൊരു കുഴപ്പവും ഉണ്ടാകത്തില്ല. അത് ചെയ്യുന്നതിന് സാധ്യമല്ല എങ്കിൽ, അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യാൻ സാധ്യമല്ലാത്തവരെങ്കിൽ ഭഗവത് സേവനം ചെയ്തുകൊണ്ടേയിരിക്കണം. ഭഗവത് സേവനം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കാര്യങ്ങൾ, അമ്പലങ്ങളിൽ പോവുക, അമ്പലത്തിൽ പോയി വൃത്തിയാക്കുക, ഭഗവാന്റെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ശരിയാക്കി കൊടുക്കുക, ഭഗവാന്റെ പൂജ നടത്താനുള്ള കാര്യങ്ങൾ ശരിയാക്കി കൊടുക്കുക, അല്ലെങ്കിൽ പ്രസാദം ഉണ്ടാക്കുന്നതിനുള്ള കാര്യങ്ങൾ ശരിയാക്കി കൊടുക്കുക. അങ്ങനെ ഭഗവാന്റെ സേവ ഏത് അവസരത്തും ചെയ്തുകൊണ്ടിരിക്കണം. ഇതും സാധ്യമല്ല എങ്കിൽ നമ്മൾ സ്വരൂപിച്ചു കൂട്ടുന്ന ധനം, അതായത് നമ്മുടെ കർമ്മഫലം എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയിൽ നിന്ന് കിട്ടിയ ഫലങ്ങൾ എത്രമാത്രമുണ്ടോ, അതായത് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, അപ്പൊ അതെല്ലാം ഭഗവാന് വേണ്ടി അർപ്പിക്കുകയാണെങ്കിലും നമുക്ക് ഭക്തിയിൽ മുന്നേറാൻ പറ്റും എന്നാണ് നമ്മുടെ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, ഭഗവാനും പറയുന്നുണ്ട്, നമ്മുടെ ഗുരുക്കന്മാരും ഒക്കെ എല്ലാം പറയുന്നു. ഇതൊക്കെയാണ് നമുക്ക് ജനറലായിട്ട് നാരദ മഹർഷിയെ പോലെ നമുക്ക് നമ്മുടെ ഭക്തി ഉയർത്തുന്നതിന് വേണ്ടി നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പം നാരദ മഹർഷിയുടെ കാര്യം ഇനി നമുക്ക് ഒന്നുകൂടെ ശ്രദ്ധിക്കാം. നാരദ മഹർഷി ഭഗവാനുമായിട്ടുള്ള സമ്പർക്കത്തിന് ശേഷം, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അദ്ദേഹം നമ്മുടെ ബ്രഹ്മാവിന്റെ ഒരു ദിവസം കംപ്ലീറ്റ് ആയ സമയത്ത് എല്ലാം ഭഗവാനിൽ ചെന്നു ചേരുന്നുണ്ട്. അതേമാതിരി ഈ നാരദൻ, അതായത് ആ ശൂദ്ര ബാലകൻ ബ്രഹ്മാവിന്റെ ഭഗവാനിൽ ലയിച്ചു ചേരുന്നു. അതിനുശേഷം ബ്രഹ്മാന്റെ ഒരു രാത്രി എന്ന് പറയുന്നത് 100 വർഷം, ബ്രഹ്മാവിന്റെ 100 വർഷം വരെയും ഭഗവാനിൽ തന്നെ ഇരിക്കും, ലയിച്ചിരിക്കും. അതിനുശേഷം ആ രാത്രി, ബ്രഹ്മാവിന്റെ ഒരു രാത്രി കഴിയുന്ന സമയത്ത് ബ്രഹ്മാവും ഒക്കെ കൂടെ പിന്നീട് കൽപ്പം രാത്രി കഴിഞ്ഞാൽ ആ പകൽ ഒരു തുടങ്ങുന്ന സമയത്ത് വെളിയിലേക്ക് എത്തുന്നു. അപ്പൊ അങ്ങനെ സമയത്താണ് പിന്നെ നാരദനായിട്ട് അദ്ദേഹം, ചുരുക്കി പറയുന്നുള്ള അദ്ദേഹം ജനിക്കുന്നത്. അങ്ങനെ നാരദ മഹർഷി ആയതിനു ശേഷം അദ്ദേഹത്തിന് ആ ശൂദ്രനായിരുന്ന ബാലകൻ ഉള്ള സമയത്ത് തന്നെ ഭഗവാൻ അദ്ദേഹത്തിന് വരം കൊടുത്തിരിക്കുന്നു. നിനക്ക് എത്ര വർഷം കഴിഞ്ഞാലും എത്ര കാലം കഴിഞ്ഞാലും നിനക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലിരിക്കും. എപ്പോഴും നീ ഭഗവാനിൽ തന്നെ ഇരിക്കും, ഭഗവാന്റെ കൂടെ തന്നെ നടക്കാനും ഇരിക്കാനും പ്രവർത്തിക്കാനും ഉള്ള സമയമുണ്ട്, ഏതവസരത്തിൽ എന്നെ കാണാനും വരാം എന്നൊക്കെയുള്ള ഒരു വരം കൊടുത്തിരുന്നു ഭഗവാൻ, മഹാവിഷ്ണു അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ. അപ്പൊ അതനുസരിച്ചിട്ട് അതിനെപ്പറ്റി, അങ്ങനെ കിട്ടിയ കാര്യത്തെ പറ്റിയാണ് വ്യാസദേവനോട് നാരദ മഹർഷി പറയുന്നത്. അപ്പൊ എനിക്ക് കിട്ടിയ സർവശക്തനായ വിഷ്ണുവിന്റെ കൃപയാൽ അതീന്ദ്രിയ ലോകത്തും ഭൗതിക ലോകത്തിലെ 3 വിഭാഗങ്ങളിലും നിറവേക്കണം ഞാൻ സഞ്ചരിക്കുന്നു. അനിയന്ത്രിതവും അവിച്ഛിന്നവുമായ ഭക്തിയുത സേവനത്തിൽ ദൃഢീകൃതമാകയാൽ എനിക്ക് ഇപ്രകാരം സഞ്ചരിക്കാൻ സാധ്യമാകുന്നു എന്ന് വ്യാസദേവനോട് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അതിനകത്ത് നമ്മുടെ പ്രഭുപാദർജി പറയുന്നത്, ഇതിനെപ്പറ്റി വിശദീകരിച്ച് പറയുന്നുണ്ട് എന്താണെന്നുള്ളത്. എല്ലാവരുടെ പുസ്തകം ഉണ്ടെങ്കിൽ വായിച്ചാൽ മതി. എല്ലാം തന്നെ നല്ല വിധത്തിൽ മനസ്സിലാകുന്ന വിധത്തിലാണ് പ്രഭുപാദർജി നമുക്ക് എല്ലാവർക്കും ഇത് തന്നിരിക്കുന്നത്. ഇത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിനെപ്പറ്റി എന്താ ഉള്ളത്, എങ്ങനെയാണ് സംഭവങ്ങൾ എല്ലാം നമുക്ക് മനസ്സിലാകും. അങ്ങനെ തുടർന്ന് നമ്മൾ ഇതൊക്കെ വായിക്കുകയും നേരത്തെ പറഞ്ഞ മാതിരി ഭഗവത്ഗീത, ഭാഗവതം, കൃഷ്ണ ബുക്ക്, അതുപോലെ ചൈതന്യ ചരിതാമൃതം, ഇതൊക്കെ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ, അത് എന്നും പഠിച്ചുകൊണ്ടിരിക്കണം. ഓരോ ശ്ലോകമായാലും ശരി, അത് ഓരോ സമയത്തും പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ നാരദന മാതിരിയുള്ള ഭക്തിയിലേക്ക് ഉയരാൻ സാധിക്കും.
അപ്പൊ അതിനെപ്പറ്റി പ്രഭുപാദർജി ഇത്ര ക്ലിയർ ആയിട്ട് നമുക്ക് ഈ ഒരു ശ്ലോകം, നമുക്ക് ഒന്നും അറിയത്തില്ലല്ലോ സംസ്കൃതം, എനിക്കും അറിയത്തില്ല സംസ്കൃതം എന്താണെന്നുള്ളത്. സംസ്കൃതം പഠിക്കുന്നതിന് പകരം അദ്ദേഹം ഇതിന്റെ ഓരോ അർത്ഥവും അതിനു വേണ്ടുന്ന അതിന്റെ ഐഡിയയും അതിന് എന്താണ് ഇതിനകത്ത് നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ പഠിച്ച് മനസ്സിലാക്കാനുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ ഇതിനകത്ത് ഭാവാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഊർധ്വലോകം, അതായത് ഊർധ്വലോകത്തിനെ പറ്റി അറിയാവില്ല, പരമോച്ഛ സ്ഥാനത്തുള്ള ഗ്രഹം. മധ്യലോകം മധ്യമാർഗത, അതായത് ഭൂമി. അധോലോകം താഴോട്ടുള്ള ലോകങ്ങളെ പറ്റി എല്ലാവർക്കും അറിയുന്നതാണല്ലോ, എത്ര ലോകങ്ങളുണ്ടെന്നും അത് ഉയർന്ന ഭാഗത്തേതെല്ലാം ലോകമാണെന്നും അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. എന്തിനെ ഒന്ന് പറയാം. സത്യലോകം, തപോലോകം, ജനലോകം, മകർലോകം, സ്വർഗം, ഭൂലോകം, ഭൂർലോകം. അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം. ഇതൊക്കെ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി എന്താണെന്നും പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം പഠിച്ചാണ്. ഭഗവാന്റെ ഏതെല്ലാം ഭാഗമാണ് ഈ ശ്ലോകങ്ങൾ, ആ വിരാട് രൂപത്തിൽ എങ്ങനെയാണ് ഇതിനെപ്പറ്റി വിവരിക്കുന്നത്, അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇനി നമുക്ക് തുടരാം. അടുത്തത് ഭഗവത്ഗീതയിൽ പ്രസ്താവിച്ചിരിക്കുന്നു, ഊർധ്വലോക ഗ്രഹങ്ങൾക്ക് അതീതമായി, അതായത് ബ്രഹ്മലോകത്തിനുപരിയായി വിശ്വപ്രപഞ്ചങ്ങളുടെ ഭൗതിക ആവരണങ്ങളുണ്ട്. ഈ ആവരണത്തെ പറ്റിയും ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, പക്ഷെ എനിക്കത് ഓർമ്മയില്ല. നമ്മുടെ ഈ ഭൗതിക ലോകത്തിന് ചുറ്റും 7 ആവരണങ്ങളുണ്ടെന്നും അത് എന്തുകൊണ്ടൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നെന്നുള്ളതൊക്കെ ഒരു ക്ലാസ്സിൽ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ലാത്തതിനെ പറയാൻ പറ്റത്തില്ല. അതിനുമീതെ അസംഖ്യം വിസ്തരണങ്ങളുള്ള നിത്യമുക്ത ജീവാത്മാക്കളായ ഭഗവത് സഹോദരന്മാരോടൊപ്പം ഭഗവാൻ നിവസിക്കുന്നു എന്നറിയാം. അതാണ് ഭൗതിക ലോകത്തിനപ്പുറം, ബിരുദനിധിക്കപ്പുറം ഉള്ള ആ ആത്മീയ ലോകം. അതായത് ഭഗവാന്റെ സൃഷ്ടിയുടെ 4/3 ഭാഗവും സ്ഥിതി ചെയ്യുന്ന ആ ആത്മീയ ലോകത്ത് ആണ് ഭഗവാൻ താമസിക്കുന്നത്. അവിടെ ഗോലോക വൃന്ദാവനത്തിൽ അദ്ദേഹത്തിന്റെ സന്തത സഹചാരികളായ വേണ്ടപ്പെട്ടവരുമായിട്ട് അദ്ദേഹം അവിടെ വസിക്കുന്നുണ്ട്, ഭഗവത് സഹോദരന്മാരോടൊപ്പം. അതായത് മുക്താത്മാക്കൾ ആ ഭാഗത്താണ് കഴിഞ്ഞുകൂടുന്നത്, ഭഗവാൻ വസിക്കുന്നു. അസംഖ്യം സ്വയം പ്രദീപ്തമായ വൈകുണ്ഠ ഗ്രഹങ്ങൾ ഉൾപ്പെടുന്നു. വൈകുണ്ഠ ഗ്രഹങ്ങൾ അവിടെ ഉണ്ടെന്നുള്ളതും നമുക്കറിയാം. അതെല്ലാം സ്വയം പ്രകാശിക്കുന്നവയാണെന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ ഭഗവത്ഗീതയിൽ. അപ്പൊ അവിടെ സൂര്യനോ ചന്ദ്രനോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയോ ഒന്നും ആവശ്യമില്ല. ആ പ്രദേശം സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. അതെന്തുകൊണ്ടെന്നാണ് ഉള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വൈകുണ്ഠങ്ങൾ ഉൾപ്പെടുന്ന ആത്മീയ ആകാശമുണ്ട്. ആ ആത്മീയ ആകാശത്തെ പറ്റിയാണ് പറഞ്ഞത്. ഭഗവത് സൃഷ്ടിയിൽ എവിടെയും സർവശക്തനായ ഭഗവാന് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ സാധ്യമാകുന്നത് പോലെ ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇതുപോലെ പ്രഭുപാദർജി പറഞ്ഞിട്ടുള്ളത് കേട്ടാണ് നമ്മളും പറഞ്ഞത്. ഭഗവാനെ ഇഷ്ടമുള്ളിടത്ത് എല്ലാം എങ്ങനെ സഞ്ചരിക്കാൻ പറ്റുമോ, അതുപോലെ തന്നെ നമ്മുടെ നാരദ മഹർഷിക്കും ആ ഏത് ഭഗവാന്റെ എല്ലാ സൃഷ്ടിയിലും സൃഷ്ടി നടത്തിയിട്ടുള്ള എല്ലാ ഭാഗത്തും ഭഗവാനെ പോലെ തന്നെ സഞ്ചരിക്കാൻ പറ്റും. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം അത്രയ്ക്കും ഭക്തനായിരുന്നു, അത്ര ഏറ്റവും മുതിർന്ന ഭക്തനായിരുന്നു, ഭക്തിയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിലായിരുന്നു അദ്ദേഹം. ബ്രഹ്മാവിന്റെ മക്കള് പലരും ഉണ്ട്, എങ്കിലും അവർക്കൊന്നും ഇതുപോലെ നാരദനെ പോലെ എല്ലാ ഗ്രഹങ്ങളിലും സ്വതന്ത്രമായി സഞ്ചരിക്കാൻ ഒന്നും സാധ്യമല്ല. ബ്രഹ്മാവിന്റെ പുത്രന്മാര് സനകൻ, സനന്ദനൻ, സനാതനൻ, രുദ്രൻ, രുദ്രൻ ശിവൻ, മരീചി, നാരദൻ, അത്രി, അങ്കിരസ, പുലസ്ത്യൻ, ബുലഹൻ, കൃതു, ഭൃഗു, വശിഷ്ഠൻ, ദക്ഷൻ ഈ തുടങ്ങിയവരൊക്കെ നമ്മുടെ ബ്രഹ്മാവിന്റെ പുത്രന്മാരാണ്. പക്ഷെ അവർക്കൊന്നും ഇതുപോലെ എല്ലാ ലോകത്തും കയറി ചെല്ലാൻ സാധ്യമല്ല എന്ന് പറയുന്നു. സർവഗ്രഹങ്ങളും ആത്മീയവും ഭൗതികവുമായ ഇരു ഗ്രഹങ്ങളിൽ യാതൊരു നിയന്ത്രണമില്ലാതെ, യാതൊരു പ്രതിബന്ധമില്ലാതെ പ്രവേശിക്കാൻ സാധ്യമാണ് നാരദ മഹർഷിക്ക്. ഭൗതിക ലോകത്തിൽ സാത്വികൻ, രാജസികൻ, താമസികൻ എന്നീ ഭൗതിക പ്രകൃതിയുടെ തിരഗുണങ്ങളാൽ ജീവാത്മാക്കൾ സ്വാധീനിക്കപ്പെടുന്നു. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, പറഞ്ഞതുമാണ്. ഇപ്പം എങ്ങനെ ഈ താമസ ഗുണവും തമോ ഗുണവും, അതായത് താമസികൻ, രാജസികൻ, സാത്വികം എന്ന് പറയുന്ന ഇതാണ് ഗുണങ്ങളുടെ പേരെ പറ്റിയാണ് പറയുന്നത്. ആ ഗുണങ്ങളാൽ നമ്മളൊക്കെ തന്നെ
ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഗുണങ്ങളാണ് നമ്മളെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഈ നാരദനെ പോലെ അങ്ങോട്ട് സ്വതന്ത്രമായി നടക്കാൻ സാധ്യമല്ല. അപ്പം നാരദൻ അങ്ങനെയുള്ള ഈ ഗുണങ്ങളുടെ യാതൊരു പ്രഭാവവും അദ്ദേഹത്തിൽ ഇല്ല. അതുപോലെ തന്നെ ഭഗവാനിലും ഈ മാതിരിയുള്ള ഗുണങ്ങളൊന്നും എഫക്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് ഭഗവാനും നാരദനും സ്വതന്ത്രം തന്നെയാണ്. നമ്മളെ എന്നാൽ ബദ്ധാത്മാക്കളുമാണ്. നമുക്കൊരു സ്വാതന്ത്ര്യവുമില്ല. ഈ ഭൗതിക ഗുണങ്ങൾ എല്ലാം അതീതനാണ് നമ്മുടെ നാരദ മഹർഷി. ആകയാൽ അനിയന്ത്രിതമായ അദ്ദേഹത്തിന് എവിടെയും സഞ്ചരിക്കാൻ കഴിയുന്നു. അദ്ദേഹം മുക്താത്മാവായ ഗഗനസഞ്ചാരിയാണ്. ഭഗവാൻ വിഷ്ണുവിന്റെ അഹൈതുക കാരുണ്യം സമാന്തരമല്ല എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കാരുണ്യം ഉണ്ടെങ്കിൽ ഇതുമാതിരി സഞ്ചരിക്കാനുള്ള അനുവാദം കിട്ടൂ. അത് ഭഗവത് കൃപയാൽ മാത്രമേ ഭക്തരാൽ ഗ്രഹിക്കപ്പെടുകയുള്ളൂ. ഇതിന് ഏതായാലും ശരി, ഏത് സഞ്ചാരത്തിനായാലും ശരി, ഏത് പ്രവർത്തിക്കായാലും ശരി, ഭഗവാന്റെ കൃപ ആണ് അത്യാവശ്യം. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നേരത്തെ. ഏതവസരത്തിലും ഭഗവാന്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ പ്രവൃത്തിയും ചെയ്യാൻ പറ്റും. അതേമാതിരി ഇങ്ങനെ ഗഗന സഞ്ചാരം ചെയ്യുന്നതിനും ഭഗവാന്റെ കൃപ അത്യാവശ്യമാണ് എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ എല്ലാവരും? ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ട് പ്രഭുജി. ഹരേ കൃഷ്ണ. എനിക്ക് തോന്നി ഇങ്ങനെയുള്ള ഭക്തന്മാർ ഒരിക്കലും, അതായത് ഭഗവത് കൃപയാൽ മാത്രമേ ഭക്തരാൽ ഗ്രഹിക്കപ്പെടുകയുള്ളൂ. ആകയാൽ ഭക്തർ ഒരിക്കലും അധപ്പതിക്കുകയില്ല. ഇതാണ് ശ്രദ്ധിക്കണം. നമ്മൾ ഭഗവത്ഗീതയിലും പഠിച്ചിട്ടുണ്ട്. ചെറിയ ഒരു ഭഗവാന്റെ കാരുണ്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും കുഴപ്പമുണ്ടാകത്തില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ശ്ലോകത്തില്. അതായത് എത്ര പഠിക്കുന്നോ അത്രയും നല്ലത്. അതായത് ഭഗവാന്റെ ഭക്തി എത്രമാത്രം നമ്മൾ അനുഷ്ഠിക്കുന്നോ അത്രയും ഒരു കാലത്തും നാശമില്ലാതെ നിലനിൽക്കും. ഈവൻ നമ്മുടെ ദേഹം ഉപേക്ഷിച്ചാൽ പോലും അടുത്ത ജന്മത്തിൽ നമുക്ക് ആ ഭക്തി എവിടെ നിന്ന് തുടങ്ങിയോ, എവിടെ നിന്ന് വരെ നമ്മൾ ചെയ്തിട്ടുണ്ടോ അതിനുശേഷം തുടങ്ങാൻ അതിനുള്ള സൗകര്യം കിട്ടും. എന്നാൽ ഭൗതികവാദികൾ, അതായത് കാമ്യകർമ്മികളും സൈദ്ധാന്തിക ദർശനികന്മാരും അവരുടേതായ യഥായോഗ്യമായ പ്രകൃതി ഗുണങ്ങളുടെ സമ്മർദ്ദത്താൽ അധപ്പതിക്കുന്നു. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഭഗവത്ഗീതയില്. മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ ഭൗതികമായിട്ട് എന്ത് കാര്യങ്ങൾ തുടങ്ങിയാലും അതില് നഷ്ടങ്ങൾ. ഹരേ കൃഷ്ണ. ശാരിയെ ശബ്ദം ഉണ്ടാക്കരുത്. ഹരേ കൃഷ്ണ. ക്ഷമിക്കണം. പ്രകൃതികളുടെ സമ്മർദ്ദത്താൽ അധപ്പതിക്കുന്നു. ഭൗതികമായിട്ടുള്ള ഏത് കാര്യം ചിന്തിച്ചാലും ശരി, അത് അതിനകത്തുനിന്ന് കുഴപ്പങ്ങളുണ്ടായ നമുക്ക് അതിനകത്തുനിന്ന് എന്തെങ്കിലും വീഴ്ച പറ്റിയാൽ നമുക്ക് അവിടെ അധപ്പതിക്കുന്നതായിട്ട് വരും. ഒരു ബിസിനസ് തന്നെ തുടങ്ങിയാലും, അല്ലെങ്കിൽ ഒരു കെട്ടിടം ഉണ്ടാക്കാൻ തുടങ്ങിയാലും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു രാഷ്ട്രീയം തന്നെ തുടങ്ങിയാലും, അങ്ങനെയൊക്കെയുള്ള കാര്യത്തൊക്കെ അത് പിന്നെ നമ്മുടെ എന്തെങ്കിലും തെറ്റുകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അവിടെ നമുക്ക് അധപ്പതനം ഉണ്ടാകും. അവിടെ മുമ്പോട്ട് പോകാൻ സാധിക്കത്തില്ല. അതേസമയം ഭക്തിമാർഗത്തിൽ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ആ ഭക്തിയിലെ എത്രമാത്രം ഭക്തി നമ്മൾ ചെയ്തോ, ഇപ്പം എന്തെങ്കിലും മുടക്കങ്ങളുണ്ടായി, ഭക്തി നമ്മുടെ റൊട്ടൈൻ വർക്ക്, അതായത് ദിവസം തുടർന്നുകൊണ്ടിരിക്കുന്ന ചിട്ടകൾ, അനുഷ്ഠാനങ്ങൾ, എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചാൽ തന്നെ ആദ്യം നമുക്കൊരു ഭഗവാൻ നമ്മളോട് ക്ഷമിക്കും. പെട്ടെന്ന് നമുക്ക് അതിനകത്തുനിന്ന് താഴ്ന്ന ഭാഗത്തിലോട്ട് അല്ലെങ്കിൽ വീഴ്ച ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് ഭക്തി മാർഗമാണ് ഏറ്റവും നല്ല മാർഗം. അതിനാൽ ഭൗതികതയിൽ നിന്ന് സ്വതന്ത്രമായെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭക്തി മാർഗത്തിൽ മുന്നേറാൻ സാധിക്കൂ. ഹരേ കൃഷ്ണ. മാർഗം നാരദനെ പോലെ അതീന്ദ്രിയ ലോകത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. ഋഷിമാരാണെങ്കിലും ശരി, നാരദനെ പോലുള്ള ഋഷിമാർക്ക് എല്ലാവർക്കും ഇതുപോലെ ആത്മീയ ലോകത്തിൽ യഥേഷ്ടം സഞ്ചരിക്കാൻ സാധിക്കില്ല എന്നാണ് പ്രഭുപാദർജി പറയുന്നത്. അതിനെപ്പറ്റി വിവരിക്കുന്നത് നരസിംഹ പുരാണത്തിൽ ഈ യാഥാർത്ഥ്യത്തെ സ്പഷ്ടീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. മരീചിയെ പോലുള്ള ഋഷിമാർ കാമ്യകർമ്മ പ്രമാണികമാരും
സനകൻ, സനാതനൻ എന്നിവരെ പോലുള്ള ഋഷിമാർ സൈദ്ധാന്തിക ദാർശനികളും ആയിരുന്നു. അപ്പൊ അവരെ ഭക്തിമാർഗത്തിലോട്ടുള്ള പോയിക്കൊണ്ടിരുന്നത്. അതായത് അതുകൊണ്ടാണല്ലോ സനാതനന്മാരൊക്കെ, സനാതനും സനകനും ആ 4 കുമാരന്മാരും കൂടെ ഭഗവാനെ കാണാൻ ഭൂലോകത്തിൽ എന്നപ്പം അദ്ദേഹത്തിന് അവരെ അവിടെ തടയുകയും അവർക്ക് ഭഗവാന്റെ അടുത്ത് ഉടനെ കയറി ചെല്ലാൻ സാധിക്കാതെ വരികയും ചെയ്തു. അപ്പം അങ്ങനെയുള്ള കഥകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ഉദാഹരണമായിട്ട് പറയുന്ന അവരെല്ലാം ഋഷിമാർ, എല്ലാ ഋഷിമാരാണെങ്കിലും ശരി, അവർക്ക് എല്ലാ ലോകത്തും സഞ്ചരിക്കാൻ സാധ്യമല്ലാണെന്ന് വീണ്ടും നമ്മളുടെ പ്രഭുപാദർ നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്. ഋഷിമാർ സൈദ്ധാന്തിക ദർശനികന്മാരുടെ പ്രാമാണികരുമാണ്. എന്നാൽ അതിനിര ഭഗവത് ഭക്തിയുടെ സേവനത്തിന്റെ പ്രമുഖമായ പ്രാമാണികൻ ശ്രീ നാരദമുനിയാകുന്നു. നാരദമുനിയാണ് ഭക്തി മാർഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ ഋഷി. അദ്ദേഹം ദേവർഷി തന്നെയായിരുന്നു, ദേവന്മാരുടെയും ഋഷിയായിരുന്നു. അപ്പൊ അങ്ങനെ ആ ദേവർഷി ഇത്ര ശ്രേഷ്ഠനായത് കൊണ്ടാണ്, ഇതെല്ലാം നാരദന്റെ ആ പ്രത്യേകതയെ പറ്റിയാണ് നമുക്ക് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്രകാരം നാരദ ഭക്തി സൂത്രത്തിലെ നിർദ്ദേശമനുസരിച്ച് ഇനി നമുക്കുള്ള ഉപദേശം പറയുകയാണ്. ഭഗവത് ഭക്തിയുടെ സേവനത്തിൽ ശ്രീ നാരദമുനിയുടെ കാലടികളെ പിന്തുടർന്ന എല്ലാ ശ്രേഷ്ഠ പ്രമാണിമാരും സർവ ഭഗവത് ഭക്തരും നിസ്സന്ദേഹം ഭഗവദ്ധാമമായ വൈകുണ്ഠത്തിൽ പ്രവേശിക്കാൻ യോഗ്യരായിത്തീരുന്നു. അങ്ങനെ നാരദ മഹർഷി ഭക്തിസൂത്രം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട് നാരദ മഹർഷി. ആ ഭക്തി ഏത് വിധത്തിൽ തുടരണം, എന്താണ് ഭക്തി, എങ്ങനെയൊക്കെ നമ്മൾ ഭക്തിയിൽ വരാൻ സാധിക്കും, ഏത് മാർഗത്തിൽ കൂടെ ഭക്തി ചെയ്യണം, ഇതിനെപ്പറ്റിയുള്ള ഒരു പുസ്തകമുണ്ട്, നാരദ ഭക്തി സൂത്രം എന്ന് പറയുക. എന്നാലും ഞാൻ ഒരു ശ്ലോകം അതിനകത്ത് പറഞ്ഞിരുന്നു. അതേമാതിരി 50-56 ശ്ലോകങ്ങൾ അതിനുണ്ട്. അതും പ്രഭുപാദർജി തർജ്ജമ ചെയ്ത് മലയാളം തന്നിട്ടുണ്ട്. അത് മലയാളം ചെയ്ത് മലയാളം കോപ്പി നമുക്ക് കിട്ടും. അങ്ങനെ അത് പഠിച്ച് നമുക്ക് ഭക്തി മാർഗത്തിൽ ഉയരാൻ സാധിക്കും എന്നും, അങ്ങനെ നാരദനെ പോലുള്ള ഭക്തി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭഗവത് ധാമത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും എന്നുമാണ് പ്രഭുപാദർജി ഈ ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ നമ്മളെ ഉപദേശിക്കുന്നത്. അതിനാൽ നമ്മൾ എല്ലാവരും ഇതുപോലെ തന്നെ നൈഷ്ഠിക ഭക്തി തുടർന്നുകൊണ്ടേയിരിക്കണം. നൈഷ്ഠിക ഭക്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ക്രമീകരണമായിട്ടുള്ള ഭക്തി എല്ലാവരും ചെയ്യുക. അതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവും ഉണ്ടാകരുത്. ഇപ്പം ഇന്ന് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്ന 16 മാല, നാളെ ശരി ഇത് നാളെ നമ്മൾ ജപിക്കാം, നമുക്ക് 4 നാളെ എന്ന് ജപിച്ചിട്ട് ബാക്കി നാളെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ദിവസം അതുപോലെ തന്നെ ഒരു റൊട്ടൈൻ വർക്കിന്റെ പ്രോഗ്രാം ഉണ്ടാക്കി വയ്ക്കുക. ഏതെല്ലാം ഭക്തി എന്നൊക്കെ ചെയ്യണം, അതായത് കാലത്തെ എത്ര മണിക്ക് നാമം ചൊല്ലണം, ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കണം, അതിനുശേഷം ആരതി എത്ര മണിക്ക് ചെയ്യണം, എത്ര മണിക്ക് നമ്മൾ ഭാഗവതം വായിക്കണം, എത്ര മണിക്ക് ഭഗവത്ഗീത വായിക്കണം, അങ്ങനെ അതിനുശേഷം ഹരേ കൃഷ്ണന്റെ കഥ, കൃഷ്ണ ബുക്ക് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, അതേപ്പോൾ വായിക്കണം. അങ്ങനെ നമുക്ക് തന്നിട്ടുള്ള ഭഗവാൻ, അതായത് പ്രഭുപാദർജി ഇത്രയധികം ബുക്കുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ ബുക്കുകളൊക്കെ ഏതൊക്കെ സമയത്ത് വായിക്കണം, ഇത് നിരന്തരം വായിച്ചെങ്കിലേ നമുക്ക് ഇതൊക്കെ ഓർമ്മയില്ല. ഞാൻ ഇതുമാതിരി വായിക്കും, പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ഓർമ്മയില്ല. എല്ലാം അത് പിന്നെ ആവശ്യമുള്ളപ്പോൾ ഇതേമാതിരി എടുത്ത് നോക്കിയെങ്കിൽ മാത്രമേ സാധിക്കുന്നുള്ളൂ. അപ്പൊ ഇതെങ്ങനല്ല, നമ്മുടെ യഥാർത്ഥ ഭക്തന്മാർ ഇപ്പം ഭഗവത്ഗീത മൊത്തം കാണാതെ പറയുന്ന നമ്മുടെ ഭക്തന്മാരുണ്ട്. അപ്പൊ അവരൊക്കെ സമയോചിതമായി ഏത് ശ്ലോകം എവിടെ ഉപയോഗിക്കണം എന്നുള്ളത് അവർക്ക് ഓർമ്മയോടെ ഉടനെ ആ ശ്ലോകം ചൊല്ലാൻ പറ്റുന്നുണ്ട്. എന്നെ പോലുള്ളവർ വളരെ ലേറ്റായിട്ടാണ് ഇതൊക്കെ തുടങ്ങിയത്. അതുകൊണ്ട് പഠിക്കാനുള്ള ആ ബ്രെയിൻ ഒക്കെ പോയി. അതിനാൽ ഇന്ന് ബുക്കും പ്രകാശമില്ലാതെ യാതൊന്നും തന്നെ പറയാൻ സാധിക്കത്തില്ല. എല്ലാവർക്കും അതുപോലെ ഉണ്ടാവാതെ ഇന്ന് നമ്മുടെ ആരോഗ്യം, അതായത് ചെറുപ്പത്തിൽ നമ്മൾ ഇതെല്ലാം പഠിച്ചിട്ട് ഇതുപോലുള്ള ഒരു നൈഷ്ഠികമായിട്ടുള്ള ഭക്തി തുറന്നെങ്കിൽ മാത്രമേ സത്വഗുണത്തിൽ ഇരിക്കാൻ, അതുപോലെ ഭക്തി, ആ നൈഷ്ഠിക ഭക്തി തുടരുന്നതിന് ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ അതിനുള്ള ആഹാരം, അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തിയെല്ലാം സത്വഗുണത്തിലായിരിക്കാൻ വേണ്ടി ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. എങ്ങനെയൊക്കെ ആഹാരത്തെ പറ്റിയാലും ശരി, നമ്മുടെ പ്രവൃത്തിയെ പറ്റിയാലും ശരി, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭഗവത്ഗീതയിൽ തുടർന്ന് പറയുന്നുണ്ട്. ഇന്ന ഭക്ഷണം കഴിക്കണമെന്നും ഇതേമാതിരിയൊക്കെ നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. അതേമാതിരി നമ്മൾ തുടരുകയാണെങ്കിൽ നമുക്കും നാരദ മഹർഷിയെ പോലുള്ള ഭക്തനായിക്കൊണ്ട് ഈ ഭഗവാന്റെ സദസ്സിൽ പോയി ജീവിക്കാനും ഭഗവാന്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് എന്നും കഴിയാനുള്ള യോഗം ഉണ്ടാകുമെന്ന് വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട്
ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ സമാപിക്കുന്നു. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഇത്രയൊക്കെ ഉള്ള ഇന്നത്തെ ഹരേ ക്ലാസ്. കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ് ആയിരുന്നു പ്രഭുജി. ആവശ്യത്തിനുള്ളതൊക്കെ പറഞ്ഞു പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. നിർത്താമല്ലോ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. വളരെ നല്ല ക്ലാസ് ആയിരുന്നു പ്രഭുജി. വളരെ സന്തോഷം. വളരെ നന്നായിരുന്നു പ്രഭുജി. താങ്ക് യു പ്രഭുജി. നന്ദി പ്രഭുജി. ഹരേ കൃഷ്ണ. അപ്പൊ ക്ലോസ് ചെയ്യാം പ്രഭു. ഓക്കെ പ്രഭു. ഓക്കെ. ഹരേ കൃഷ്ണ. വംശാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യോ പതിതാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. എല്ലാവർക്കും ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ.